സംസ്ഥാനത്ത് കനത്ത മഴ 4 ജില്ലകളിൽ 3 ദിവസം റെഡ് അലർട്ട്. തൃശൂരിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഭാരതപ്പുഴയിൽ അപകട മരണങ്ങൾ വർദ്ധിക്കുന്നു. വെള്ളം എത്തിയതോടെ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതാണ് അപകടത്തിനിടയാക്കുന്നത്. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും. നിർമ്മാണ കരാറിൽ മാറ്റം വരുത്തിയതോടെ കരാറുകാർ പിൻവാങ്ങിയതാണ് പ്രവർത്തികൾ നിർത്തിവെക്കാനിടയാക്കിയത്. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കടയുടെ ചുമർ കുത്തിത്തുരന്ന് മോഷണം. കാളൻ പാവുണ്ണിയുടെ കടയിലാണ് മോഷണം നടന്നത്. 60,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 18 ഗ്രാം MDMA-യുമായി യുവാവിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ താഴേക്കാട് സ്വദേശി അരുൺ ആണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ 2 ദിവസവും ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. അതിതീവ്രമായ മഴ ബുധനാഴ്ച വരെ തുടരാനാണ് സാധ്യത. ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലയോര മേഖലകളിൽ മഴ കനക്കാനാണ് സാധ്യത. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ദുരന്ത സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആവശ്യമെങ്കിൽ ജനങ്ങൾ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഭാരതപ്പുഴയിൽ അപകട മരണങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 3 കുട്ടികളാണ് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിമരിച്ചത്. മലമ്പുഴ ഡാം തുറന്ന് വെള്ളമെത്തിയത് അറിയാതെ പുഴയിലിറങ്ങിയതും പുഴയുടെ കയങ്ങളറിയാത്തതുമാണ് പലരും അപകടത്തിൽപ്പെടാനുള്ള കാരണം. ദിവസങ്ങൾക്ക് മുൻപ് വറ്റിവരണ്ട് കിടന്നിരുന്ന പുഴയിൽ പലയിടത്തായി കുഴികൾ കണ്ടിരുന്നു. വെള്ളം വന്നതോടുകൂടി ഈ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതാണ് അപകടത്തിനുള്ള പ്രധാന കാരണം. 10 അടിയിലേറെ ആഴമുള്ള കുഴികൾ പലയിടത്തുമുണ്ട്. അടിത്തട്ടിൽ ചുഴികളും മറ്റും രൂപപ്പെടുന്നതും പുഴയിൽ ഇറങ്ങുന്നതിന് ഭീഷണിയാണ്. പുറമേ വളരെ ശാന്തമായാണ് പുഴ ഒഴുകുന്നത്. നീന്തൽ അറിയുന്നവർക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ചുഴികളാണ് പുഴയിൽ രൂപപ്പെടുന്നത്. നിലവിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നവമാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണങ്ങൾ സംഘടിപ്പിക്കാനും അപകട നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കാനും ബന്ധപ്പെട്ടവർ മുൻകൈ എടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും. നിർമ്മാണ കരാറിൽ മാറ്റം വരുത്തിയതോടെ കരാറുകാർ പിൻവാങ്ങിയതോടെയാണ് പ്രവർത്തികൾ നിർത്തിവച്ചത്. 34 കിലോമീറ്റർ റോഡിൽ 3 വർഷമായിട്ടും 13 കിലോമീറ്റർ മാത്രമാണ് കോൺക്രീറ്റിംഗ് പൂർത്തിയായത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾക്ക് പകരം മെക്കാഡം ടാറിംഗ് നടത്താനുള്ള തീരുമാനമാണ് കരാർ കമ്പനിയുടെ പിന്മാറ്റത്തിന് കാരണമെന്ന് പറയുന്നു. ജർമ്മൻ ബാങ്കിന്റെ സഹായത്തോടെ 200 കോടി രൂപയ്ക്കാണ് കരാർ കമ്പനി പണി ഏറ്റെടുത്തത്. 2023 സെപ്റ്റംബറിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ പൂർത്തിയായ പ്രവൃത്തികളുടെ ബില്ലുകൾക്ക് ഫണ്ട് കുടിശ്ശികയായതോടെയാണ് കരാർ കമ്പനി നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചത്. പാലക്കൽ ജംഗ്ഷൻ മുതൽ മാർക്കറ്റ് വരെയുള്ള 200 മീറ്ററിൽ ഒരു ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞു. മറുവശം തകർന്ന് തരിപ്പണമായ നിലയിലാണ്. ഇവിടെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമാകുന്ന ദിവസം മുതൽ ഈ 200 മീറ്റർ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി വ്യക്തമാക്കുന്നു. കണിമംഗലം പാടത്തെ പാലത്തിന്റെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് മേഖലയിലെ മറ്റൊരു പ്രതിസന്ധി. 3 വർഷമായി റോഡിനായി നാട്ടുകാരും വ്യാപാരികളും സഹിച്ച കഷ്ടപ്പാടുകൾ ബാക്കിയാക്കിയാണ് കരാർ കമ്പനിയുടെ പിന്മാറ്റം. അതേസമയം നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി തിങ്കളാഴ്ച രാവിലെ 9 മുതൽ രാത്രി 9 വരെ പാലക്കൽ കപ്പേള പരിസരത്ത് സമരം ചെയ്യും. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, TN പ്രതാപൻ MP എന്നിവർ പങ്കെടുക്കും. TCV തൃശൂർ. പുതുക്കാട് കണ്ണമ്പത്തൂർ കപ്പേളയ്ക്ക് സമീപം മലഞ്ചരക്ക് കടയുടെ ചുമർ കുത്തിത്തുറന്ന് മോഷണം. കാളൻ പാവുണ്ണിയുടെ കടയിലാണ് മോഷണം നടന്നത്. ചാക്കുകളിലും പാത്രങ്ങളിലും നിറച്ചുവച്ചിരുന്ന ജാതിക്കായ, ജാതിപത്രി, അടയ്ക്ക, കുരുമുളക് എന്നിവയാണ് മോഷണം പോയത്. 60,000 രൂപയുടെ മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങളാണ് നഷ്ടപ്പെട്ടത്. സമീപത്ത് നിർമ്മാണം നടക്കുന്ന വീടിനോട് ചേർന്നുള്ള കടയിലാണ് മോഷണം. വീട്ടുകാർ മാറി താമസിക്കുന്നതിനാൽ മോഷണ വിവരം രാവിലെയാണ് അറിഞ്ഞത്. സാധനങ്ങളെല്ലാം ചാക്കുകളിലാക്കിയാണ് കടത്തിയതെന്ന് കരുതുന്നു. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു.
രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 18 ഗ്രാം MDMA-യുമായി യുവാവിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. താഴേക്കാട് കണ്ണിക്കര തോട്ടത്തിൽ വീട്ടിൽ അരുണിനെയാണ് ആളൂർ SHO മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കിടപ്പുമുറിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന 18.20 ഗ്രാം മയക്കുമരുന്നാണ് പോലീസ് പിടികൂടിയത്. ഒരു മാസത്തോളമായി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. SI-മാരായ രഘു, രാധാകൃഷ്ണൻ, ASI ധനലക്ഷ്മി, CPO-മാരായ ബിലഹരി, രതീഷ്, ഹരികൃഷ്ണൻ, അനീഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI TR ബാബു എന്നിവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പ്രവാസി വ്യവസായിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി. തിരുവനന്തപുരം സ്വദേശി ലോറൻസ് ജോസഫാണ് അറസ്റ്റിലായത്. കേസിലെ രണ്ടാം പ്രതി തൃക്കാക്കര സ്വദേശി ബോസ്കോയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്ത്രീപീഡന കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് മതിലകം സ്വദേശി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. വിയ്യൂർ ജയിൽ പരിസരത്ത് നിന്ന് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനായുള്ള അന്വേഷണം തുടരുന്നു. പ്രതിക്കായി തൃശൂരിലും തമിഴ്നാട്ടിലുമായാണ് അന്വേഷണം നടക്കുന്നത്. തമിഴ്നാട് പോലീസ് വിയ്യൂരിൽ ക്യാമ്പ് ചെയ്താണ് അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. കൊലപാതകം ഉൾപ്പെടെ 53ഓളം കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. തൃശൂർ കുറ്റിപ്പുറം ദേശീയപാത കൈപ്പറമ്പിൽ ഡിവൈഡറിൽ വാഹനമിടിച്ച് കയറി വീണ്ടും അപകടം. ഇന്ന് പുലർച്ചെ കുന്നംകുളം ഭാഗത്തുനിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. കഴിഞ്ഞ ദിവസം തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടത്തിൽപ്പെട്ടിരുന്നു. അപകടം പതിവായതോടെ താൽക്കാലികമായി ഡിവൈഡറിന് സമീപം റിഫ്ലക്ടർ സംവിധാനം പോലീസും നാട്ടുകാരും ചേർന്ന് സ്ഥാപിച്ചിരുന്നു. അപകടം ഒഴിവാക്കാൻ പ്രദേശത്ത് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോർപ്പറേഷൻ 55-ാം ഡിവിഷൻ പുതൂർക്കരയിൽ നടന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൌൺസിലർ മേഫി ഡെൽസൺ നിർവഹിച്ചു. പത്മൻ വെൽസാർ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ രാമചന്ദ്രൻ കോലോത്ത്, സുരേഷ് മഠത്തിൽ, പ്രതാപൻ, ഷാജു കൊല്ലാറ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മഴ പെയ്തതോടെ ചായ്പൻകുഴി റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് കാൽനട യാത്രക്കാർക്ക് ദുരിതമായി. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള റോഡിൽ കാനയില്ലാത്തതാണ് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം. റോഡ് നന്നാക്കാൻ കരാറുണ്ടെങ്കിലും തുടർ നടപടികൾ ആയിട്ടില്ല. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റോഡ് ഉയർത്തി കാന നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാഞ്ഞാൾ തോട്ടത്തിൽ മനയിൽ നടന്നുവന്നിരുന്ന മഹാകിരാത രുദ്രയജ്ഞം സമാപിച്ചു. കൂറവലിക്കൽ ചടങ്ങോടെയാണ് മഹാകിരാത രുദ്രയജ്ഞത്തിന് സമാപനം കുറിച്ചത്. 12,000 നാളികേരമേറും കളം മാക്കലും നടന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ വേലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് TR ഷോബി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ, അംഗങ്ങളായ ബിന്ദു സുബ്രഹ്മണ്യൻ, CF ജോയ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ തുടങ്ങിയവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. നാട്ടുകാരുടെ പങ്കാളിത്തവും അതേപോലെ തന്നെ നല്ല പ്രവർത്തനവും ഉണ്ടാകണമെന്ന് SFI വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജിഷ്ണു ഷാജു ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനം നടന്നു. PS സുബില അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SFI തൃശൂർ ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MM മേഘന, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ വിഷ്ണു പ്രഭാകർ, MR ആനന്ദു, ജില്ലാ വൈസ് പ്രസിഡന്റ് ജ്യോത്സന തുടങ്ങിയവർ സംസാരിച്ചു. എക്സിറ്റുകൾ അനുവദിക്കില്ല. ഇതിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങി പോകാൻ കഴിയില്ല. പഠിക്കുന്ന ആളുകൾ പൂർണ്ണമായിട്ടും പഠിച്ചിരിക്കണം. അത് കൃത്യമായിട്ട് തൃശൂർ അതിരൂപത 137ാമത് ദിനാഘോഷത്തിന്റെ ഭാഗമായി വിളംബര റാലി നടത്തി.
കൊട്ടേക്കാട് ഫെറോന പള്ളി വികാരി ഫാദർ ജോജു ആളൂർ വിളംബര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫാദർ ക്രിസ്റ്റോൺ തേക്കാനത്ത്, CJ ജെയിംസ് മുണ്ടൂർ, ഫ്രാൻസിസ് ഇമ്മട്ടി, CL ഇഗ്നേഷ്യസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നാളെയാണ് അതിരൂപതാ ദിനാഘോഷം കൊട്ടേക്കാട് ഫെറോന പള്ളിയിൽ നടക്കുക. സംഗീതമാണ് ലഹരി, ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി ജില്ലയിലെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഗാനമേള തൃശൂർ പൂരം എക്സിബിഷൻ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, വിമുക്തി ഹെൽപ്പ് ലൈൻ നമ്പർ തുടങ്ങിയ കാർഡുകളുടെ വിതരണം, ഡി അഡിക്ഷൻ ചികിത്സയെക്കുറിച്ചുള്ള വിവരണം എന്നിവ നടത്തി. എക്സൈസ് ഉദ്യോഗസ്ഥരായ C. ബിനോജ്, KK വത്സൻ, TK കണ്ണൻ, A. മണികണ്ഠൻ, ET രാജേഷ്, KM വിനോദ് എന്നിവർ ഗാനമേളയ്ക്ക് നേതൃത്വം നൽകി. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ്, തൃശൂർ കേരളവർമ്മ കോളേജ്, സെന്റ് തോമസ് കോളേജ് എന്നീ കോളേജുകളിലെ NSS നേർക്കൂട്ടം ക്ലബ്ബുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശമടങ്ങിയ തെരുവ് നാടകം, ഫ്ലാഷ് മോബ്, നാടൻപാട്ട്, മ്യൂസിക് ഡ്രാമ എന്നിവയും സിവിൽ എക്സൈസ് ഓഫീസർ KM കണ്ണൻ അവതരിപ്പിച്ച കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ S. ഷാനവാസ് നിർവഹിച്ചു. വിമുക്തി മാനേജർ PK സതീഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവമായ അരങ്ങിന്റെ വടക്കാഞ്ചേരി പഴയന്നൂർ ബ്ലോക്ക് ക്ലസ്റ്ററുകളുടെ സംയുക്ത സംഘാടക സമിതി യോഗം എരുമപ്പെട്ടി പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു. ADMC സിജികുമാർ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ നകുല പ്രമോദ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, DPM ദീപ, അംബിക തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി പ്ലാറ്റിനം ജൂബിലി സമ്മേളനം ഇന്ന് സമാപിക്കും. തൃശൂർ വിവേകോദയം സ്കൂളിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മാച്ചാമ്പള്ളി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് NK അശോകൻ തുടങ്ങിയവർ സംസാരിക്കും. സമാപനത്തിന്റെ ഭാഗമായി വൈകിട്ട് നഗരത്തിൽ പ്രകടനം നടക്കും. മതിലകം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മദ്രസ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് കൊടകര GLP സ്കൂളിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ ശാന്തി പ്രിയ, പ്രിൻസ് ജോൺ, E. ശശാങ്കൻ നായർ, P. രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിമിര രോഗമുള്ളതായി കണ്ടെത്തിയ 32 പേരെ സൗജന്യ ശസ്ത്രക്രിയയ്ക്കായി തെരഞ്ഞെടുത്തു. തൃശൂർ ജില്ലാ കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അക്ഷരമുറ്റം പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. കൂട്ടം ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ പ്രിയ നന്ദനൻ മുഖ്യാതിഥിയായിരുന്നു. കൂട്ടം ചാരിറ്റി സെക്രട്ടറി ഇന്ദ്രപാലൻ തോട്ടത്തിൽ, സ്കൂൾ പ്രധാന അധ്യാപിക KK ലീല ടീച്ചർ, സംസ്ഥാന രക്ഷാധികാരി തോമസ് പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാവ് EK നായനാരുടെ അനുസ്മരണ ദിനം CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CPM ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ആഷിഖ് വലിയകത്ത്, CF രാജൻ, തുളസി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മുള്ളൂർക്കര പഞ്ചായത്തിൽ +2 SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ മുള്ളൂർക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് NS വർഗീസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ K. നാരായണൻകുട്ടി, മുഹിയുദ്ദീൻ, ഉണ്ണികൃഷ്ണൻ, VK മോഹനൻ എന്നിവർ സംസാരിച്ചു. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരുപാട് ചേരുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് നല്ല സമൂഹങ്ങൾ ചേരുമ്പോഴാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന നല്ല രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നത്. ഇപ്പൊ വിദ്യാഭ്യാസം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമാണ്. മാക്സിമം വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. സമ്പാളൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ യുവജന കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇൻസ്പയർ 2024 സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ പങ്കേത്ത് അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ, ആംഗ്ലോ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ബെനഡിക്ട് തിമേദി, കേന്ദ്രസമിതി പ്രസിഡന്റ് ആന്റണി അവരേഷ്, ആന്റണി സ്റ്റീഫൻ പെരേര തുടങ്ങിയവർ പങ്കെടുത്തു.
മറ്റത്തൂർ കൊടുങ്ങ വയോജന ക്ലബിന്റെ വാർഷികവും അനുമോദന യോഗവും വെള്ളിക്കുളങ്ങരയിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KR ഔസേഫ് അധ്യക്ഷത വഹിച്ചു. വയോജന ക്ലബ് പ്രസിഡന്റ് ബിന്നി ജോയ്, വയോജന ക്ലബ് പഞ്ചായത്ത് തല സെക്രട്ടറി TD ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ആസാമിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ലഭിച്ച പോൾദാസ് കിഴക്കേ പീടിക, SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് സീനിയർ ജിയോളജിസ്റ്റ് ഡോക്ടർ AK മനോജ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന പള്ളിയിൽ കുടുംബ കൂട്ടായ്മ ആരംഭിച്ചതിന്റെ സിൽവർ ജൂബിലി ആഘോഷം അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ KT സിൻഡോ, സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി എരുമപ്പെട്ടി യൂണിറ്റ് സെക്രട്ടറി ഫ്രണ്ണി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. അതിരൂപത തലത്തിൽ മികച്ച കുടുംബ കൂട്ടായ്മയ്ക്കുള്ള അവാർഡ് നേടിയ എരുമപ്പെട്ടി ഇടവകയിലെ സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മയെ യോഗത്തിൽ അഭിനന്ദിച്ചു. വാണിജ്യം. കോമ്പറ്റേറ്റീവ് എക്സാം വിന്നേഴ്സിന്റെ ഈറ്റില്ലമായ തൃശൂർ ടൈം കോച്ചിംഗ് സെന്ററിൽ അച്ചീവേഴ്സ് ക്ലബ് മീറ്റപ്പ് സംഘടിപ്പിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന് എതിർവശത്തായി കിഴക്കേക്കോട്ട പോട്ടൂക്കാരൻ എസ്റ്റേറ്റ് ബിൽഡിംഗിലെ ടൈം കോച്ചിംഗ് സെന്ററിൽ നടന്ന ചടങ്ങിൽ തൃശൂർ സെന്റർ ഡയറക്ടർ ഡിജു ജോസ് അച്ചീവേഴ്സ് ക്ലബ് മീറ്റപ്പ് ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളെക്കുറിച്ചുള്ള വിവരണവും അദ്ദേഹം നൽകി. തുടർന്ന് മത്സര പരീക്ഷകളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും നടത്തി. ബാങ്ക് ICMR എക്സാം വിജയികളായ ടൈം വിദ്യാർത്ഥികളെ അവാർഡുകൾ നൽകി അനുമോദിച്ചു. ഫാക്കൽറ്റീസ്, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ബാങ്ക്, SSC, റെയിൽവേ, ഇൻഷുറൻസ് കമ്പനി അടക്കമുള്ള സർക്കാർ ഉദ്യോഗ പരീക്ഷകൾക്കായി വിദ്യാർത്ഥികളെ പരിപൂർണ സജ്ജരാക്കിക്കൊണ്ട് കഴിഞ്ഞ 32 വർഷത്തോളമായി സാംസ്കാരിക നഗരിയിൽ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് ടൈം കോച്ചിംഗ് സെന്റർ. ബാങ്ക്, SSC മത്സര പരീക്ഷാ രംഗത്ത് തുടർച്ചയായി മിന്നും വിജയമാണ് തൃശൂർ ടൈം കോച്ചിംഗ് സെന്ററിലെ വിദ്യാർത്ഥികൾ കൈവരിക്കുന്നത്. നിലവിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാരായവർക്കും മറ്റുമായി IBPS, SSC മത്സര പരീക്ഷകൾക്ക് മികച്ച തയ്യാറെടുപ്പ് നടത്താൻ അവർക്ക് അനുയോജ്യവും സൗകര്യപ്രദവുമായ വാരാന്ത്യ ബാച്ചുകൾ അടക്കം സജ്ജീകരിച്ചു ടൈം കോച്ചിംഗ് സെന്റർ ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8086440033. സ്വയം തൊഴിൽ സംരംഭമെന്ന നിലയിൽ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് വിപുലമായ സൗകര്യങ്ങളോടെ ആരംഭിച്ച ഫൈഡസ് ഐ കെയർ ഹോസ്പിറ്റൽ ഒല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. നേത്രപരിചരണ രംഗത്ത് അതിനൂതന സാങ്കേതിക വിദ്യയുമായി ഒല്ലൂർ കമ്പനിപ്പടിയിൽ തെക്കേക്കര ബിൽഡിംഗിൽ കല്യാൺ എക്സ്പ്രസ് മാർട്ടിന് മുകളിൽ പ്രവർത്തനം ആരംഭിച്ച ഫൈഡസ് ഐ കെയർ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ഒല്ലൂർ ഡിവിഷൻ കൗൺസിലർ സനോജ് പോൾ കാട്ടൂക്കാരൻ നിർവഹിച്ചു. സ്ഥാപനത്തിന്റെ ലോഗോയുടെയും പേരിന്റെയും അനാച്ഛാദനം ഡോക്ടർ ആൻഡോ തെക്കേക്കരയും ഒപ്റ്റിക്കൽസ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഒല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് സുനീഷ് ജോൺസണും നിർവഹിച്ചു. ചടങ്ങിൽ പാർട്ണർമാരായ ശ്യാം മേനോൻ, വിഷ്ണു ശങ്കർ, വിഷ്ണു N മേനോൻ, രാമചന്ദ്രൻ, KS രാധ, ഡോക്ടർമാർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോൺടാക്ട് ലെൻസ്, ഒക്യുലോപ്ലാസ്റ്റി, റെറ്റിന ആൻഡ് യുവിറ്റീസ്, ഡ്രൈ ഐസ്, ഗ്ലോക്കോമ, സ്ക്വിന്റ്, കോർണിയ തുടങ്ങിയ സേവനങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണവും ഫൈഡസ് ഐ കെയർ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. കൂടാതെ വിവിധ തരം ഫ്രെയിമുകളുടെയും ലെൻസുകളുടെയും വിപുലമായ ശേഖരവും ഫാർമസി വിഭാഗവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ചത്തേക്ക് സൗജന്യ കൺസൾട്ടേഷനും ഒപ്റ്റിക്കൽസിന് 10% ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. രാവിലെ 9 മുതൽ രാത്രി 7 വരെയാണ് ആശുപത്രിയുടെ പ്രവർത്തന സമയം. കൂടുതൽ വിവരങ്ങൾക്ക് 8129072717. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കനത്ത മഴ, 4 ജില്ലകളിൽ 3 ദിവസം റെഡ് അലർട്ട്. തൃശൂരിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഭാരതപ്പുഴയിൽ അപകട മരണങ്ങൾ വർദ്ധിക്കുന്നു. വെള്ളം എത്തിയതോടെ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതാണ് അപകടത്തിനിടയാക്കുന്നത്. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും. നിർമ്മാണ കരാറിൽ മാറ്റം വരുത്തിയതോടെ കരാറുകാർ പിൻവാങ്ങിയതാണ് പ്രവർത്തികൾ നിർത്തിവെക്കാനിടയാക്കിയത്.
പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കടയുടെ ചുമർ കുത്തിത്തുറന്ന് മോഷണം. കാളൻ പാവുണ്ണിയുടെ കടയിലാണ് മോഷണം നടന്നത്. 60,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 18 ഗ്രാം MDMA-യുമായി യുവാവിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ താഴേക്കാട് സ്വദേശി അരുണാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.